ഏതാ? ഓ, ചില ആളുകൾ വി പറയുമ്പോൾ ശ്രദ്ധിക്കണം. യു ഹാവ് ടു ബൈറ്റ് യുവർ വി. എങ്ങനെ ബൈറ്റ് ചെയ്യുക? നമ്മൾ ബൈറ്റ് ചെയ്യൂ. ഒരു വികൃത മുഖമായിരിക്കും. പറയൂ. വ് വ് വ്. പല്ലെടുക്കൂ. പല്ലെടുക്കണ്ട, പല്ലെടുത്ത് താഴെ വെച്ചാൽ മതി. താഴത്തെ ചുണ്ടി വെക്കൂ. വ് വ് വ്. പല്ലൊന്നുമില്ല അവിടെ. ആ ഉണ്ട്. ഓക്കെ. വ് വ്. വാൻ വാൻ വാൻ. വെന്റ്. എന്താ വെന്റ് എന്നല്ലേ? ഐ വെന്റ്. എന്താ അർത്ഥം? ആ, പോയി. ഇതാണ് പ്രശ്നം. വെന്റിന്റെ സ്പെല്ലിംഗ് എന്താ? ഞാൻ പോയി എന്നുള്ള സ്പെല്ലിംഗ് പറയും. ഡബ്ല്യു ആണ്. ഡബ്ല്യു ആണ് ഉച്ചരിച്ചത്. ആ, ഇതിന്റെ അപകടമാണ്. കുന്തം. അതല്ല, മലയാളത്തിൽ പോലെയല്ല ഇംഗ്ലീഷ്. മലയാളത്തിൽ എത്ര വാണ്ട് ടീച്ചറെ? ഒരൊറ്റ വാവലേ ഉള്ളൂ. എന്നാൽ 2 വാക്ക് പിറന്നവനാണ് ആര്? ഇംഗ്ലീഷ്. 2 വാവകളാണ്. എത്ര വാവകൾ? ഒരു വാവയാണിത്. വികൃതി വാവ. പറയൂ. വികൃതി വാവയാണ്. കാരണം ഇത് പറയുമ്പോൾ വികൃതിയും വിരൂപമായിരിക്കും നമ്മുടെ മുഖം. പറയൂ. വ് വ്. ഒരാളെ കൊഞ്ചനം കടന്ന പോലെയാണിത്. പറയാ. താങ്ക് യു വെരി മച്ച്. ചുണ്ടക്കടിക്കണം. വൈ വ് വ്. പറ. വ് വ് വ്. vague vague. value, vegetable, vulgar, vigorous, value, validity. ഒക്കെ വേര് വരണം. ഒരു വാവയാണിത്. ചുണ്ട് കടിച്ച് വരണം. വ്. യു ഹാവ് ടു ബൈറ്റ് യുവർ വ്. വി വി. പറയൂ. വ്. ഇത് പഠിക്കാനുള്ള എളുപ്പവഴി ഏതെന്നറിയോ? നമ്മുടെ ശത്രുവിനെ മനസ്സിൽ കൊണ്ടുവരിക. നമ്മുടെ ശത്രുവില്ല, ഏതൊരു ശത്രു. ഞാനില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശത്രു. എന്നിട്ട് ആ മുഖത്ത് എന്ത് ചെയ്യാൻ എക്സ്പ്രഷൻ? ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ പിടി വരട്ടെ. വരട്ടെ. ഇവിടെ ശത്രുവൊന്നുമില്ല. ഇവിടെ നാവുമില്ല, പല്ലുമില്ല, ഇതൊന്നുമില്ല ടീച്ചർ. പേ അറ്റൻഷൻ. ക്ലിയർ? ഇതാണ് ഒരു വാ. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. വ് വ് വ്. Can you name a few words with a v sound? Vast. Vast. അപ്പോൾ വെന്റ് എന്ന് പറഞ്ഞാൽ പോയി എന്നല്ല അർത്ഥം. വെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് യുവർ ഫീലിംഗ്, എസ്പെഷ്യലി ആങ്കർ. ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കൂലേ? ഇതെന്താ പ്രകടിപ്പിച്ചത്? ഐ വെന്റഡ് മൈ ആങ്കർ. വെന്റിലേറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, അവിടെ കൊണ്ടുപോയിട്ടാൽ ശരിയായിക്കോളൂ അത്.